കൊലവെറിയല്ല, ഇത് വല്ലാത്ത വെറുപ്പിക്കലായി. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഒരു പാടുമില്ല, നല്ല സുഖമായിട്ട്. ഈ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു ചേട്ടാ? എന്റെ വൈഫ് എന്റെ അഭിപ്രായത്തില് ബസ്സിൽ സ്പീഡ് ഗവർണർ മാത്രം പോരാ. ഒരു സ്പീഡ് പ്രധാനമന്ത്രി, ഒരു സ്പീഡ് മുഖ്യമന്ത്രി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വാർഡ് മെമ്പർ, ഇതൊക്കെ കൂടി ബസ് കൊണ്ടുവച്ചോളി. പുനർജന്മം നീ വച്ചിട്ട് പോടാ. Why they colaveri day? Why they colaveri day? Why they colaveri day? Why they colaveri a day? Distance la moon color white background night color black. Why they colaveri day? Why they colaveri day? White skin girl heart black. Ice meet my future dark. Why this colaveri day? Why this colaveri day? Mama, what's the job? I take a snack with you. Mama, seriously. Super Mama, ready? 1, 2, 3. നമ്മുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൊലവെറിയല്ല, ഇത് വല്ലാത്ത വെറുപ്പിക്കലായി പോയി. എന്റെ കാര്യം വ്യത്യസ്തമല്ല ചേട്ടാ, എന്റെ കാര്യം വ്യത്യസ്തമല്ല. അല്ല, സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നും പറയരുത്. എല്ലാവരും നമ്മള് ഉള്ള രീതിയിൽ നന്നായിട്ട് കളിച്ചില്ലേ? ഇതൊക്കെ പറ്റുള്ളന്നേ, ഇത് ഇങ്ങനെയല്ലേ പഠിച്ചു വരുന്നത്. ചേട്ടാ, നമ്മൾ ഈ ഡാൻസ് കളിച്ച പാട്ടിന്റെ ലിറിക്സ് ചേട്ടൻ ശ്രദ്ധിച്ചോ? ഇവിടെ സ്റ്റെപ്പ് പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, പിന്നെയാണ് ലിറിക്സ്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നത്? നമ്മൾക്കിപ്പോ ഒരുപാട് കവിതകളുണ്ട്, പാട്ടുകളുണ്ട്, നൈറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ രാത്രിയെ കുറിച്ച് ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ലിറിക്സിനെ കുറച്ച് പ്രത്യേകതയുണ്ട്. നന്നായിട്ട് രാത്രിയെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതായത് വൈറ്റ് കളറിലുള്ള മൂണ്, ആ മൂണിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നൈറ്റിന്റെ കളർ ആണെങ്കിൽ ബ്ലാക്ക് ആണ്. അങ്ങനെ ഇങ്ങനെ പല കളറുകളുള്ള വളരെ കളർഫുൾ ആയ ഒരു രാത്രിയെ കുറിച്ചാണ് അവർ പറയുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം ചെറിയ വരികളിലൂടെ വലിയ അർത്ഥങ്ങളാണ് കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ചിരിയുടെയും സന്തോഷത്തിന്റെയും രാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും ഓരോ ദിവസത്തെയും രാത്രികളെ സുഗന്ധപൂരിതമാക്കാറുണ്ട് ചേട്ടാ. അത് ഓരോ രാത്രി, അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് ഒരു രാത്രി മാത്രമല്ല, എല്ലാ രാത്രിയും അവർക്ക് ഇഷ്ടമാണ്. കാരണം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വരുന്ന ഗസ്റ്റുകളുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്, അതറിയുന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ നിത്യേന കാണുന്ന നുറുങ്ങു കോമഡികൾ, തമാശകൾ, ഇതെല്ലാം ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലൂടെ കാണുന്നു. ഇതൊക്കെ തന്നെയാണ് അവരുടെ എല്ലാ രാത്രിയും സന്തോഷകരമായിട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആദ്യരാത്രി എങ്ങനെയായിരുന്നു ചേട്ടാ? ആദ്യരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് എങ്ങനെയാ പറയുന്നത്? ശരിക്കും എന്റെ വൈഫ് നമ്മുടെ എപ്പിസോഡ് ആദ്യം പോയ രാത്രി എങ്ങനെയായിരുന്നു? അതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ചോദിക്കേണ്ടത്, വെറുതെ എന്നെ പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അതങ്ങനെ നിൽക്കട്ടെ, നല്ല ഓർമ്മകളായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ആദ്യരാത്രി എന്ന് പറയുന്നത് ആദ്യരാത്രി മാത്രമല്ല, ഇന്നത് വരെയുള്ള എപ്പിസോഡിന്റെ എല്ലാ രാത്രികളും
വളരെ ഗംഭീരമായിട്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞു. അപ്പോൾ FB-യിലായാലും എല്ലാ മേഖലകളിലും നമ്മളെ വിളിച്ച് പറയാറുണ്ട്, ഫോണിലൂടെ വാട്സപ്പിലൂടെ എല്ലാവരും അറിയിക്കുന്നുണ്ട്. അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും അറിയിക്കുന്നു. ചേട്ടാ, കാലം മാറിയപ്പോ ഉണ്ടല്ലോ നമ്മുടെ രാത്രിയുടെ ഭാവത്തിന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പ്രണയിക്കുന്നവരുടെ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മള് പ്രണയം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കാമുകിയോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ആകെ പകല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ഇവരെ കാണാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു കത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടാനോ ബസ് സ്റ്റോപ്പിൽ എല്ലാത്തിനും പകല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് രാത്രി ഇതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് സ്വപ്നം കണ്ടു കിടന്നുറങ്ങും. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ അങ്ങനെ പകലൊന്നും പ്രണയിക്കാനുള്ള സമയമില്ല. കാര്യം പകലൊക്കെ കണ്ടുമുട്ടുന്നത് വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ജോലിക്കൊക്കെ പോയി എല്ലാം രാത്രിയാകുമ്പോഴാണ് കാമുകന്മാരെല്ലാം ഫ്രീ ആവുന്നത്. അല്ലേ? സത്യമല്ലേ? പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. രാത്രി ഫ്രീ ആയി കഴിഞ്ഞാൽ നേരെ ഫോൺ എടുക്കും. വെളുക്കുന്നവരെ പ്രേമമാണ്, ഒരേ വിളി. അങ്ങനെ വിളിച്ച് വെളുക്കുന്നവരെ പ്രണയിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പകലൊന്നും വിളിക്കില്ല. പിന്നെ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്, മറ്റേ വീഡിയോ കോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല ഓരോ മൊബൈൽ കമ്പനി നൈറ്റ് ഓഫർ വരെ കൊടുത്തിട്ടുണ്ട്. രാത്രി 11 മണി മുതൽ വെളുക്കുന്നത് വരെ ഫ്രീ, 6 മണി വരെ. ടച്ചിനിരുന്ന് വിളിക്കുന്ന കുറേ കാമുകന്മാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. മാത്രമല്ല ലോകത്തുള്ള ഇല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാ കാമുകന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി ഫോൺ ചെയ്യുന്ന ശബ്ദം, അതായത് തൊട്ടടുത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പേടി കാരണം രാത്രി ഫോണിലൂടെ വിളിക്കുന്ന ശബ്ദം മലയാള സിനിമയിലെ ഒരു താരത്തിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യമുണ്ട്. താരത്തിന്റെ ശബ്ദം? മലയാള സിനിമയിലെ ഒരു കിടിലം ആക്ടറിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യമുണ്ട്. എല്ലാ കാമുകന്മാരുടെയും ശബ്ദവും. അതാരാ? പറയട്ടെ, ബാബു നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം കേട്ടോ. സത്യത്തിൽ ജനകര മഹാരാജാവിന്റെ വില്ലൊടിക്കാൻ പറഞ്ഞപ്പോഴേ ഞാനൊന്ന് പേടിച്ചതാ. എന്നിട്ട് അതേ ശബ്ദത്തിൽ തന്നെയാണ് ഫോണിലൂടെ. നീ എന്താ കഴിച്ചത്? ഉറക്ക സംസാരിച്ച അച്ഛനും അമ്മയും ആരെങ്കിലും കേൾക്കും. ഏതാ ഡ്രസ് ഇട്ടേക്കുന്നത്? നീ എന്ത് ഡ്രസ് ഇട്ടോണ്ടാ ഇന്ന് പോയത്? ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ? ചുരുക്കി പറഞ്ഞാ രാത്രികൾ ഏറ്റവും ഇഷ്ടം പ്രണയിക്കുന്നവർക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാൻ വരട്ടെ. എന്താ? രാത്രിയെ പ്രണയിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, കള്ളന്മാര്. ഇല്ലേ? എല്ലാ കള്ളന്മാരും രാത്രി ഒരു അർദ്ധരാത്രി സമയം നോക്കിയൊക്കെ വരും. മാത്രമല്ല ദുരന്ത വാർത്തകൾ അറിയുന്നത് എപ്പോഴും അർദ്ധരാത്രിയാണ്. ദുരന്തകരമായ, അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ലേ? പെട്രോളിനും ഡീസലിനും ഇന്ന് അർദ്ധരാത്രി മുതൽ വില കൂടി. ഇല്ലേ? ഇതുപോലുള്ള ദുരന്തകരമായ വാർത്തകൾ വരുന്നതും രാത്രിയാണ്. പിന്നെ രാത്രിയെ പ്രണയിച്ചു കൊണ്ടിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് രാത്രിയെ കുറിച്ച്. അത് ഒരു പാട്ട്, ഒരു രാത്രി കൂടി വിട വാങ്ങവേ. അത് അങ്ങനെ പറയാനല്ല, പാടാനാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ആ പാട്ട് അറിയാവോ? മ്യൂസിക് ടീച്ചർ, ഒരു മ്യൂസിക് ടീച്ചർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ടീച്ചറെ പ്ലീസ്. ടീച്ചറുടെ പേര്? അമ്മിണി. അമ്മിണി. എവിടെയാ സ്ഥലം? മേക്കാട്. മേക്കാട്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്. ടീച്ചർ എന്തിനാ ഇങ്ങനെ പേടിക്കണ? എന്തിനാ? അല്ല, നമ്മുടെ പ്രോഗ്രാം കാണാൻ എത്തിയ വ്യക്തികളിൽ ഒരാളാണ് ടീച്ചർ. ഇവിടെ ഷോ കാണാറുണ്ടല്ലോ അല്ലേ? കാണാറുണ്ട്. ഇഷ്ടാണോ? പക്ഷെ ഇന്ന് പിന്നെ ഈ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ? പേടിച്ച് നിൽക്കണം കേട്ടോ. ഒരാൾ അടുത്തെന്ന് പറയും ഈ ടീച്ചർ പാടുമെന്ന്. ശരി, നമ്മൾ രാത്രിയെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലെ ആ പാട്ട് ഏതെങ്കിലും ഒരു 2 വരി. ഒരു രാത്രി കൂടി ഒന്ന് പാടും ടീച്ചർ. ഒരു വരി ടീച്ചറിന് അറിയാവുന്നുള്ള പാട്ട്. പാതിരാമഴയേതോ ഹംസഗീതം പാടി വരി അറിയില്ല, അതാ കുഴപ്പം, അതാ പ്രശ്നം. ടീച്ചർ എന്ന് പറയുകയും ചെയ്യണ വരി ഒന്നും അറിയില്ല. ഓക്കെ ടീച്ചറെ, വരി അറിയണ്ട, വരി അറിയാവുന്നുള്ള ഒരു പാട്ട് പാടിക്കേ. നാടൻ പാട്ടാണെങ്കിൽ നാടൻ പാട്ട്, അത് താല്പര്യമുണ്ടോ? നാടൻ പാട്ട്. തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ, തിങ്കളാഴി മഠത്തിലെ പെണ്ണെ
പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ ഏഴുപേരു വല്യപ്പന്മാർക്ക് ഞാനൊരു പെണ്ണുള്ളൂ ഏഴുപേരു വല്യപ്പന്മാർക്ക് ഞാനൊരു പെണ്ണുള്ളൂ തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ തിങ്കളാഴി മഠത്തിലെ പെണ്ണെ മാമ്പഴക്കുഞ്ഞോതേ. എന്റെ കുഞ്ഞോളെ, എന്റെ അമ്മിണി ടീച്ചർ സൂപ്പർ ആയിരുന്നു കേട്ടോ. നേരത്തെ തന്നെ പറഞ്ഞു, വരി അറിയാത്തതുകൊണ്ടാണ്. അറിയാവുന്ന വരിയിൽ നാടൻ പാട്ട് പാടി. താങ്ക് യു ടീച്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് രാത്രിയെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. പാതിരാമഴ ഏതോ ആ ഒരു സോങ്, അതുപോലെ ഒരു രാത്രി കൂടി വിട വാങ്ങവേ, രാവ് നിലാപ്പൂവ്, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ വേറൊരു കാര്യം, രാത്രിയെ വെറുപ്പിക്കുന്ന ഒരു പാട്ടും കൂടെ ഇറങ്ങി. അതെന്താണെന്നറിയാം? രാത്രി ശുഭരാത്രി, ഇനി എങ്ങും ശുഭരാത്രി, സന്തോഷം നോക്ക്, പുണ്യ പുനർജന്മം. അത് പാടിയപ്പോ എന്താ കയ്യടി. അപ്പൊ അങ്ങനെയുള്ള വെറുപ്പിക്കുന്ന പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, മോശമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി രാത്രിയെ ഇഷ്ടമല്ലാത്ത അല്ലെ വെറുപ്പിച്ച ഒരു കഥയുണ്ട്, എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. 101 വെഡിങ് എന്ന് പറയുന്ന ഷാഫി സാറിൻ്റെ പടം. റാഫി സാറ് ആണ് തിരക്കഥാകൃത്ത്. അങ്ങനെ അവിടെ ഇടുക്കി ഭാഗത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലും കൊടുത്തു. അമ്മൂമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ 4 നിലയാണ്. അപ്പോൾ 4ാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുക. അപ്പോൾ താഴെയുള്ള ഹോട്ടലിൻ്റെ നമ്പർ തന്നെ കൊടുത്തു. അത്യാവശ്യമാണെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഈ വെറുപ്പിക്കൽ എന്ന് പറയുന്നത് ചില രാത്രികൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്പർ കൊടുത്തു. ഞാനിങ്ങനെ അവിടെ കിടക്കുന്നു. നല്ല തണുപ്പാണ് അവിടെ, ഭയങ്കര തണുപ്പ്. ഒരു രാത്രി 2:30 മണിയായപ്പോൾ റിസപ്ഷനിൽ ഒരു പയ്യൻ കയറി വന്നിട്ട്, സാറിനൊരു കോളുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, അമ്മയ്ക്ക് എന്തോ പറ്റി. അങ്ങനെ നേരെ ഇറങ്ങി ഓടി തപ്പി തടഞ്ഞ് താഴെ വന്ന് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഹലോ, ആരാ? ഹലോ, ചേട്ടാ, ഞാൻ വിനോദാണ്. ഞാൻ പറഞ്ഞു, ഏത് വിനോദ്? ചേട്ടൻ എന്നെ പരിചയമില്ല, ഞാൻ മറ്റേ ഇതുണ്ടല്ലോ ഈ. ഞാൻ പറഞ്ഞു, ഏത്, വ്യക്തമായിട്ട് പറയേ. ചേട്ടാ, ഞാൻ കൊറിയർ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് വെറുതെ ചേട്ടൻ്റെ കോമഡികളൊക്കെ കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ്. പറയോ, നല്ലൊരു കോമഡി പറയും. ഞാൻ പറഞ്ഞു, എന്താണ് കോമഡി പറയാൻ? ഒരു കാര്യം ചെയ്യും, ചേട്ടന് കോമഡി പറയാൻ പറ്റില്ലേ? വേണ്ട, എനിക്ക് മമ്മൂക്കാടെ നമ്പർ ഒന്ന് തരുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഞാൻ ഉടനെ, നീ വച്ചിട്ട് പോടാ. അന്ന് ഈ കോൾ റെക്കോർഡിംഗ് ഇല്ലായിരുന്നോ ചേട്ടാ? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ നെറ്റിലൊക്കെ വൈറലായേനെ. പണ്ട് കുട്ടിക്കാലത്തെ എനിക്ക് വീടിന് മുറ്റത്തേക്ക് ഇറങ്ങാൻ വരെ പേടിയായിരുന്നു. രാത്രി കഴിഞ്ഞാൽ, സന്ധ്യ വൈകി കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അത് പണ്ട്. ഇപ്പോഴത്തെ രാത്രി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഭയങ്കര കരച്ചിലും ആണുങ്ങൾക്ക് ഫുൾ ടെൻഷനുമാണ്. ടെൻഷനും കരച്ചിലോ? സ്ത്രീകൾ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ സീരിയലൊക്കെ കണ്ടിട്ട് ഫുൾ ഇങ്ങനെ കരച്ചിലാണ്. ഓരോ സീരിയൽ കണ്ടിട്ട് സ്ത്രീകള് പിന്നെ അങ്ങ് വാരി വലിച്ചിട്ട് കരയും. പക്ഷെ ആണുങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവര് രാത്രിയാകുമ്പോൾ 2 ഒക്കെ അടിച്ചിട്ട്, അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ 2 അടിച്ചിട്ട് നേരെ വന്നിട്ട്, ദൈവമേ, ഇനി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവളോട് ഇനി ശകല ചോറങ്ങാനും വിളമ്പി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായിരിക്കും എന്നെ ചെയ്യാൻ പോകുന്നത്? ഞാൻ വെറുതെ ചെന്നിട്ട് ആ ചാനൽ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവള് ചെലവെടുത്ത് എൻ്റെ പുറന്നിലേക്ക് അടിച്ചതാ. അപ്പൊ ഇനി ആഹാരം വേണമെന്ന് പറയുമ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ടെൻഷൻ അടിച്ച് വരുന്ന ഫാമിലികളും. ഈ രാത്രികളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്റ്റേജ് കലാകാരന്മാർക്ക് രാത്രികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ സീസൺ ആയി കഴിഞ്ഞാൽ 1 പ്രോഗ്രാം, 2 പ്രോഗ്രാം, 3 പ്രോഗ്രാം അങ്ങനെ ഓടി നിൽക്കും. ഓരോ പറമ്പുകളിലെ ആൾക്കാർ, വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നു. പിന്നെ നമ്മളെ കലാപരിപാടി അവതരിപ്പിക്കുന്നു, അത് വിജയിക്കുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ രാത്രികളൊക്കെ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സ്റ്റേജ് കലാകാരന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് മിമിക്രി പ്രോഗ്രാമായിട്ട് നടന്നപ്പോൾ, ഇപ്പോഴും നടക്കുന്നുണ്ട്, അന്ന് ട്രൂപ്പായിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ട്രൂപ്പിന് ഫസ്റ്റ് പരിപാടിയുണ്ട്, സെക്കൻഡ് പരിപാടി. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് രാത്രി 9 മണി, സെക്കൻഡ് പരിപാടി എന്ന് പറയുമ്പോൾ രാത്രി 12 മണി, 1 മണിയൊക്കെ ആവും. അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ സെക്കൻഡ് പരിപാടി സ്ഥലത്ത് ആദ്യമേ കർട്ടൻ കെട്ടാൻ പോകുന്ന ആളിനെ വിടും.
എന്നിട്ട് അവിടെ ചെന്ന് ആ പരിസരമൊക്കെ നോക്കി, സ്റ്റേജ് എല്ലാം നോക്കി, പരിസരം എല്ലാം നോക്കി, വഴിയെല്ലാം മനസ്സിലാക്കി കട്ടനൊക്കെ കെട്ടിയിട്ട് വേണം തിരിച്ചു വരാൻ. അയാളെല്ലാം കെട്ടിയിട്ട് നേരെ ഫസ്റ്റ് പരിപാടി സ്ഥലത്ത് വരുന്നു. ഫസ്റ്റ് പരിപാടി കഴിയുന്നു. സെക്കൻഡ് സ്ഥലത്തേക്ക് രാത്രി, അതും പാതിരാത്രിയാണ്, ടെൻഷനാണ്, നേരത്തെ എത്തണം. വണ്ടിയിൽ ഇങ്ങനെ അടിച്ചു വിട്ടി പോകുമ്പോൾ ഇവനായിരിക്കും സൈഡിലിരിക്കുന്നത്. വഴി നിനക്കറിയാലോ, നിനക്ക് പകല് പോയ സ്ഥലം അറിയാലോ. എനിക്കറിയാൻ ചേട്ടാ, നേരെ വിട്ടോ, ഇനി ഒറ്റ റൂട്ടേ ഉള്ളൂ, നേരെ വിട്ടു പോകണം. ഇവിടെ എങ്ങനെ വേണം, അമ്പലം ഇവിടെ എങ്ങനെ വേണം തിരിയണ്ടേ, ഇവിടെ ഒന്നും അല്ല ചേട്ടാ, നേരെ പോയി, എനിക്കറിയാലോ. ഇവ ഇങ്ങനെ പുറത്തോട്ട് തലയിട്ട് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നോക്കിയിരിക്കുകയാണ്. ആളെന്തോ അടയാളം വെച്ചിട്ടുണ്ട്, അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്. ഇങ്ങനെ പോയി വണ്ടി ചെന്ന് നിന്ന് പിന്നെ അങ്ങോട്ട് പുഴയാണ്, അങ്ങോട്ട് വണ്ടി പോവില്ല. ഞാൻ പറയും വണ്ടി എടുത്ത്, എടാ നീ ഇത്രയും നേരം വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞു, ഇത് അമ്പലം നിനക്ക് അറിയോ, നീ എന്തെങ്കിലും ലാൻഡ് മാർക്ക് ഉണ്ടോ, അത് എന്തെങ്കിലും നീ ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ, എന്തെങ്കിലും പറയും. ചേട്ടാ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് വഴി, കാര്യം വെച്ചാൽ അവിടുന്ന് ഞാൻ പകല് വന്നപ്പോഴേ അവിടെ ഒരു ലോറി മണലിറക്കിയിട്ടിരുന്നെ, ആ മണലായിരുന്നു എൻ്റെ കറക്റ്റ് ലാൻഡ് മാർക്ക്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കണം. പകലൊക്കെ കൊണ്ട് മണലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉച്ച ആകുമ്പോഴത്തേനെ കോരി മാറ്റിയില്ലേ. അവസാനം അങ്ങനെ തെണ്ടി തിരിഞ്ഞ ഒരു കഥയുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രിയെ കുറിച്ച് എന്താ പറഞ്ഞ ചേട്ടാ, രാത്രികൾ എന്ന് പറയുമ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ തരുന്ന രാത്രികളുണ്ട്, മോശം രാത്രികളുണ്ട്. തീർച്ചയായിട്ടും അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു ഭാരതീയരെന്ന രീതിയിൽ നാം ഏവരും ഓർക്കേണ്ട ഒരു രാത്രിയുണ്ട്, നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഭാരതത്തിന്റെ പുതിയ പുലരിയിലേക്ക് പോയ ആ രാത്രി നമ്മൾ ആരും മറക്കരുത്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഒരു പാടുമില്ല, നല്ല സുഖമായിട്ട് ഓടിക്കാം. മദ്യപിച്ച് വണ്ടി ഓടിച്ച് വരുന്ന ഇന്നെപ്പോലത്തെ ഒരു 10 ഡ്രൈവർമാർ ഉദിച്ചാല് ഇവർക്കൊരു 2 പെഗടിച്ച സുഖ. അയമുട്ടി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ, അമ്മായിട്ട വെളിച്ചെണ്ണ. സ്പീഡ് ഗവർണർ മാത്രം പോരാ, ഒരു സ്പീഡ് പ്രധാനമന്ത്രി, ഒരു സ്പീഡ് മുഖ്യമന്ത്രി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വാർഡ് മെമ്പർ, ഇതൊക്കെ കൂടി ബസ് കൊണ്ടുവച്ചോളി. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. താങ്ക് യു. നമസ്കാരം. നമസ്തേ. ഞങ്ങള് നമസ്തേ. എന്തുണ്ട് വിശേഷം? ഞാൻ കണ്ടിട്ടുണ്ട് സാറിനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട്. ഷൂട്ടിന്റെ തിരക്കിലാണെന്ന് അറിയാം. അതെ സാർ. ഞങ്ങൾ വന്നത് ആളുകൾക്ക് ഈ ട്രാഫിക് അവയർനെസിനെ കുറിച്ച്, റോഡ് സുരക്ഷയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ക്ലാസ്. ഓ തീർച്ചയായിട്ടും. സാധാരണ ഇവിടെ അത് സമ്മതിക്കില്ല. അല്ല, എന്താ ഇവിടെ വെച്ച് നടത്തണമെന്ന് അത്ര നിർബന്ധം? ആള് കൂടുന്നിടത്ത് ക്ലാസ് എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഓടി പോവുകയാണല്ലോ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പം വന്നു കഴിഞ്ഞാൽ ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായും നിങ്ങളുടെ അടുത്ത ആളുണ്ടാവും. സാധാരണ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇങ്ങനെ ഒന്നും ചെയ്യിക്കാത്തതാണ്, പക്ഷെ ഇതൊരു അവയർനെസ് ആയതുകൊണ്ട്. മാത്രമല്ല നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു പക്ഷേ ഇതുകൊണ്ട് ഒരു വലിയ പ്രയോജനം തന്നെ ഉണ്ടാവും. തീർച്ചയായും. ട്രാഫിക് അവയർനെസിനെ കുറിച്ച്, പ്രത്യേകിച്ച് മഴക്കാലമാണ് വരുന്നത്. മഴക്കാലത്ത് റോഡ് അപകടങ്ങൾ പെരുകുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും അത് റോഡ് അപകടങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ക്ലാസ് ആയിരിക്കും ഇവരെടുക്കാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. നിങ്ങളുടെ കൂടുതൽ സമയമൊന്നും എടുക്കില്ല, എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. താങ്ക് യു. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും നമ്മൾ ട്രാഫിക് അവയർനെസ്സിനെ കുറിച്ച് നമുക്കറിയാം. റോഡ് അപകടങ്ങൾ ഒരുപാട് പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ റോഡ് സുരക്ഷ, നമ്മൾ വെറുതെ ഒരു വണ്ടി വാങ്ങിയിട്ട് അതിങ്ങനെ ഓടിച്ചു പോയിട്ട് കാര്യമില്ല. ആ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ കൈവശം വെക്കേണ്ടതായിട്ടുള്ള നിരവധി രേഖകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നിട്ടുള്ള നിങ്ങളിപ്പോൾ ഇത്രയും പേര് ഈ ക്ലാസ്സിൽ വന്ന് റെഡി ആയിരിക്കുകയാണ്, ആർക്കെങ്കിലും ഇതിനകത്ത് ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുക. ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ലൈസൻസ് ഇല്ല, ഇങ്ങോട്ട് വരും, ഒന്ന് കയറി വരും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഒരാൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതുപോലെ നിയമലംഘനം നടത്താനായിട്ട് എത്ര ആളുകളാണ് ലൈസൻസ് ഇല്ല? ലൈസൻസ് ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല, തീരെ ഇല്ല. RC ബുക്ക് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. RC ബുക്ക് ഇല്ല. ഏയ്. ഇൻഷുറൻസോ? ഇൻഷുറൻസും ഇല്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്? ഏയ്, അതുമില്ല. ഇതൊന്നുമില്ല. ഇല്ല. കണ്ടില്ലേ, ഇത്രയും ഒരു സാധനം ഞാൻ ചോദിച്ചുള്ളൂ. ലൈസൻസ് മാത്രമാണ് ഞാൻ ചോദിച്ചത്. കയറി വന്ന പുള്ളിയുടെ കയ്യിൽ ഈ പറയുന്ന പേപ്പർ യാതൊന്നുമില്ല. ഇതൊന്നും ഇല്ലാതാണോ ഇത്രയും കാലം നീ വണ്ടി ഓടിച്ചോണ്ടത്? ആണോ? ഇതൊന്നും ഇല്ലാതാണോ ഇത്രയും നാൾ വണ്ടി ഓടിച്ചോണ്ടത്? ഏതാ നിന്റെ വണ്ടി? സാറേ, എനിക്ക് വണ്ടിയില്ല സാറേ. വണ്ടി ഇല്ലേ? ഇല്ല. വണ്ടി ഓടിക്കാൻ അറിയോ? ഇല്ല, വണ്ടി ഓടിക്കാനും അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ കൈപോക്കാൻ പറഞ്ഞപ്പോ നീ എന്താ കൈപോക്കിയത്? അല്ല സാറേ, ലൈസൻസ് ഇല്ലാത്തൊരു കൈപൊക്കാൻ പറഞ്ഞുകൊണ്ട് കൈപൊക്കിയതാണ്. ഓ, അങ്ങനെ നമ്മക്കിട്ട് പണി തരാൻ വേണ്ടി കയറി വന്നാണ് അല്ലേ? അതെ, വണ്ടി ഓടിക്കാത്ത ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ എനിക്ക് നിയമമില്ല. അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരുത്തന്റെ വണ്ടിന്റെ പിറകെ കയറിയിട്ട് എന്റെ മുന്നിലൂടെ ഏതെങ്കിലും നാളിൽ പാസ് ചെയ്ത് പോയാ നിനക്കുള്ള പണി ഞാൻ അപ്പം തരാം. പോയിരിക്കും കേട്ടാ. കണ്ടോ, ഇതുപോലാണ്.
എന്നിട്ട് എല്ലാവരും പറയാം എന്താ നമ്മളിപ്പം സാധാരണ ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എന്നിട്ടും പത്രക്കാരും ആൾക്കാരൊക്കെ പറയണം എന്താ, പോലീസുകാർ വാഹന പരിശോധനയുടെ പേരിൽ എല്ലാ ആളുകളെയും പീഡിപ്പിക്കുന്നു. നമ്മളെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. സത്യം പറയാ, ഇതുപോലുള്ള ഓരോരോ കേസ് ഒരാളെ കിട്ടിയിട്ട് കടത്തി വിടട്ടെ. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സൗന്ദര്യം അവിടെ നടന്നു നോക്കുകയല്ല വേണ്ടത്, എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്. കാരണം അവിടെ ഞങ്ങൾ സ്ക്വാഡ് ചെക്കിങ് നടത്തുന്നുണ്ട്. അവിടെ ഓരോരുത്തരെ പിടിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് നിയമലംഘനം പിടിച്ചിട്ടില്ല ആരെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പറഞ്ഞേക്ക്. ഇവിടുന്ന് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഏതൊക്കെ പേപ്പറുകൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ഞങ്ങൾ ചോദിക്കും. അതൊക്കെ കയ്യിൽ വെക്കേണ്ടി വരും. ഇങ്ങോട്ട് കയറി വരാൻ പറ, കയറി വരാൻ പറ. എന്തേ എന്തേന്നോ എന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ പിടിച്ചവിടെ? അല്ല, ഞാൻ എന്റെ സ്കൂട്ടറായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു പോലീസുകാരെങ്ങനെ അവിടെ തടഞ്ഞിരിക്കും. ഞാൻ വിചാരിച്ചു ലിഫ്റ്റ് ചോദിച്ചാന്ന്, നിർത്തി കൊടുത്ത് കേറിക്കോളാ പറഞ്ഞ ഇറങ്ങടാന്ന്. എന്നോട് എന്റെ വണ്ടീന്റെ മുകളിൽ ഇറങ്ങടാന്ന്. എന്റെ വാപ്പ വരെ എടാപാടാന്ന് വിളിച്ചില്ല. ഞാൻ ഇറങ്ങി കൊടുത്തിട്ടോ. ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ആയിക്കോട്ടെ തലയിലൊന്നും ഇല്ലാന്ന്. അത് കണ്ടാലും മനസ്സിലാവും തലയിലൊന്നുമില്ല. അല്ല, അതല്ല, വേറെ ഹെൽമെറ്റ് ഇല്ലാത്തതിനാണ് വിളിച്ചത്. ശരി, ഹെൽമെറ്റ് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? ഒരു പാടുമില്ല, നല്ല സുഖമായിട്ട് ഓടിക്കും. അതങ്ങനെയല്ല, ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഒരു നിയമമില്ല. എന്താ പേര്? പേരോ? പേര് അയമുട്ടി. അയമുട്ടി. ബാപ്പന്റെ പേരെന്താ? ബാപ്പന്റെ പേര് ബാപ്പുട്ടി. ഉമ്മാന്റെ പേര്? ഉമ്മുട്ടി. നിങ്ങൾ മമ്മൂട്ടിന്റെ ആരെങ്കിലാ? എല്ലാരും പറയുന്നുണ്ട് മമ്മൂട്ടിന്റെ എന്തോ കുടുംബാണെന്ന്. എന്നെ കണ്ട് ചെറിയൊരു ചായ ഉണ്ട് മമ്മൂട്ടിന്റെ. മമ്മൂട്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? മമ്മൂട്ടി കണ്ടില്ല. കാണണ്ട. എങ്ങോട്ട് എത്ര തിരക്ക് പിടിച്ചു? നമ്മള് വെളിച്ചെണ്ണ വിൽക്കാൻ പോവുക. വെളിച്ചെണ്ണേന്റെ പരിപാടി എനിക്ക്. വെളിച്ചെണ്ണ? അയമുട്ടി വെളിച്ചെണ്ണ, പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ, അമ്മായിട്ട വെളിച്ചെണ്ണയാണ്. എന്താ അങ്ങനെ? അത് അടിപൊളി വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണന്റെ കമ്പനിയുടെ പേരാണ്. ആ കമ്പനിയുടെ പേരായിരുന്നു. ആ കമ്പനിയുടെ ആളാണ് നിങ്ങൾ? കമ്പനിയുടെ മുതലാളിയാണോ? മൊലാളിയാണ് നമ്മള്. പക്ഷെ വേറെ മൊലാളി ഉണ്ട്. മൊലാളിയാണ് മൊലാളി, നമ്മളാണ് മൊലാളി. അപ്പൊ ആരാ ശരിക്കുള്ള മുതലാളി? മൊലാളി. ഇപ്പൊ വെളിച്ചെണ്ണായിട്ട് പോവാണ് ഇപ്പൊ. ആ മൊലാളിയാണ് മൊലാളി, ഞാനാണ് മൊലാളി. ഈ യഥാർത്ഥ മുതലാളി എവിടെയാണ്? മൊലാളി ഗൾഫിലാ. ഇവിടെ ഇല്ല. മൂപ്പര് പല ബിസിനസ് ആയിട്ട്, വെളിച്ചെണ്ണേന്റെ ബിസിനസ് ആയിട്ട് ഇപ്പൊ ഗൾഫിലാ. മുതലാളി ഗൾഫിൽ പോയില്ല? ആ ഗൾഫിൽ പോയതാ. അപ്പൊ ഇന്നെ മൊത്തം വെളിച്ചെണ്ണ മൊത്തം എന്റെ തലയിലാ. എന്നാ പിന്നെ ഒന്ന് കുളത്തിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ചാലോ. വെളിച്ചെണ്ണ തലയിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അല്ല, അങ്ങനെയല്ല, ഇതിന്റെ ഉത്തരവാദിത്തം ഒന്നായിട്ട് എന്റെ തലയിലാ. അങ്ങനെ ഏൽപ്പിച്ചു പോയതാണല്ലേ. മുതലാളി ഇപ്പൊ ശരിക്കും എവിടെയാ? മൂപ്പര് ഗൾഫില്. ഗൾഫിൽ എന്താ പരിപാടി? ഗൾഫിൽ ഇപ്പൊ മറ്റേ കൃഷിയാ. എന്ത് കൃഷി? മരുഭൂമി, ഏക്കർ കണക്കിന് മരുഭൂമി എടുത്തിട്ട് തെങ്ങും തോട്ടം. ഗൾഫിലോ? ഗൾഫില്. നമ്മളെ മൊലാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തേങ്ങ എടുക്കില്ല. കേരളത്തിൽ തേങ്ങ വലിച്ച ആളെ കിട്ടാനില്ലല്ലോ. നമ്മൾ തേങ്ങൽക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓനെ കൾട്ടറ പവറാ. തേങ്ങ വലിച്ചിടാൻ ആളെ കിട്ടില്ല, ഭയങ്കര പ്രയാസമാണ്. ആള് വരില്ല. അപ്പൊ ഗൾഫില് തോട്ടം തുടങ്ങിക്കുക. ഗൾഫിലാണ് ഈ ആളെ കിട്ടും. ഗൾഫിൽ അറബിയാ വലിക്കുക? അറബിയല്ല, ഗൾഫിൽ ഒട്ടകം. അറബി ഒട്ടകോ? അല്ല, ഒട്ടകം. അത് ശരി, ഒട്ടക വലിക്കുക. ഒട്ടകം തേങ്ങ വലിക്കും? ഒട്ടകത്തിന് വലിയ നീണ്ട കൈത്തല്ലേ. ഈ കൈത്തിന്റെ മുകളിൽ ഒരു അരിയാൾ വെച്ച് കെട്ടും. എന്നിട്ട് ഒട്ടകം ഇങ്ങനെ തേങ്ങ വലിക്കും. ഇങ്ങനെ ഒട്ടകം വലിക്കാനാണ് നല്ല രസാ. എന്നിട്ട് ആ തേങ്ങ ഒന്നായിട്ട് വാരി കൂട്ടിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊടുത്തേക്ക്. നിന്റെ മുതലാളിക്ക് വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായി. ഇപ്പൊ മുതലാളിക്ക് വിവരമില്ലാന്നുള്ള മനസ്സിലായില്ലേ? ഇവിടെ അവിടെ നിന്ന് ആ തേങ്ങ അപ്പൊ തന്നെ പൊളിച്ച് അവിടെ നിന്ന് തന്നെ കൊപ്പരയാട്ടിട്ട് അവിടെ തന്നെ വെളിച്ചെണ്ണാക്കി അവിടെ വിറ്റാ പോരെ? അത് ചെകിരി അവിടെ ഒഴിവാക്കാൻ പറ്റൂല. ചെകിരി ഒഴിവാക്കാൻ പറ്റൂല, ചിരട്ടി ഒഴിവാക്കാൻ പറ്റൂല. ഈ ചെകിരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഈ ചെകിരി തച്ച് പരത്തിയിട്ട് ഇത് ഇതാക്കാം, എന്ത് കയറാക്കാം. എന്നാ പിന്നെ ആൾക്കാർക്ക് തൂങ്ങിച്ചാവാലോ. അല്ല, തൂങ്ങിച്ചാവ ഉപയോഗിക്കാം. ചിരട്ട മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാലോ. അങ്ങനെയുണ്ട്. ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ആണ് മുതലാളിക്ക്. ഇത് മാത്രല്ല, മുതലാളി ഇപ്പൊ അവിടെ എണ്ണപ്പാടം തുടങ്ങിയിട്ടുണ്ട്. എണ്ണപ്പാടം? എണ്ണപ്പാടം. പെട്രോളിന്റെ? പെട്രോളല്ല, പിന്നെ നല്ലെണ്ണേന്റെ പാടം. നല്ലെണ്ണേന്റെ പാടം ഗൾഫിലോ? ആ ഗൾഫില്. വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടുന്ന് എണ്ണ ആട്ടിയിട്ട് എണ്ണ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക. ഫ്ലൈറ്റില് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ പാടത്തേക്കാണ്ട് ഒഴിക്കുക. എണ്ണ ഇങ്ങനെ നിറയും. നീ അതിന്റെ അകത്ത് അറബികൾക്ക് മുക്കി കൊടുക്കുക. അല്ല, ഞാൻ അറിയാറ്റ് ചോദിക്കുക, എന്റെ മുതലാളിക്ക് തലക്കെന്തും തകരാറുണ്ടോ? മുതലാളിക്ക് തരാറുണ്ട്, എനിക്കും തരാറുണ്ട്. അല്ല, മുതലാളിക്കാണ് തരാറ്, എനിക്കും തരാറ്. അത് ശരി. അത് വൈബ്രേഷൻ. വൈബ്രേഷൻ. ഓ, എന്താ? ഹലോ മുതലാളി. ഹലോ, മുതലാളി അല്ലേ? അല്ല, അയമുട്ടി വെളിച്ചെണ്ണല്ലേ? വെറും വെളിച്ചെണ്ണ അല്ല, പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ, അമ്മായത്തെ വെളിച്ചെണ്ണയാണ്. ഹലോ. ഹലോ, പറഞ്ഞോളി. കുറച്ച് വെളിച്ചെണ്ണ വേണ്ടി അതിന്റെ ആവശ്യത്തിന് വിളിച്ചാണ്. വെളിച്ചെണ്ണ? വെളിച്ചെണ്ണ ഉണ്ടാവോ? വെളിച്ചെണ്ണ ഞാൻ ഇപ്പം പീഡിയയിലല്ല, ഞാൻ ഇപ്പൊ ഇപ്പൊട്ടാംസിന്റെ മുന്നിൽ കുടുങ്ങി കിടക്കുക. ഹലോ, എന്താ അതൊന്നുമില്ല, വെളിച്ചെണ്ണ ആട്ടുക. വെളിച്ചെണ്ണ ഉണ്ടാവോ? വെളിച്ചെണ്ണ ഉണ്ട് ഇഷ്ടം പോലെ. വേണ്ടാണ്ട പീഡിയയിൽ കെട്ടിക്കിടക്കുക, ആരും വാങ്ങാണ്ടേ. അല്ല, വെളിച്ചെണ്ണക്ക് ഇപ്പൊ എന്താ വില? വെളിച്ചെണ്ണക്ക് ഇപ്പൊ എന്താ വില? എന്നോടാ ചോദിക്കുന്നത് വെളിച്ചെണ്ണക്ക് എന്താ വില? എന്ത് വില ഉണ്ട് ഇപ്പൊ?
എന്ത് വില ഉണ്ട്? 180 തോന്നുന്നുണ്ട്. 150. അപ്പൊ അല്ല നമുക്ക് കുറെ ആവശ്യമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര ഉറുപ്പിക്ക് തരാൻ പറ്റും നിങ്ങൾക്ക്? മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇമ്പക്കൊരു 180 ഒരു 10 റുപ്യ കീച്ചിട്ട് 150 തരാൻ ഞാൻ. അല്ല 150 10 റുപ്യ കീച്ച് കഴിഞ്ഞാൽ 150 ഞങ്ങോട്ടും കൊണ്ട് വർത്താനം വേണ്ട, 150 തരാം. അല്ല അപ്പളേ ആ നമുക്കൊരു 50 ലിറ്റർ വേണോ? 50 ലിറ്റർ ഒന്നായിട്ട് വേണമല്ലേ? 50 ലിറ്റർ ഒന്നായിട്ട് വേണോ? ഓ അപ്പൊ മൊത്തത്തിൽ ഇനി എത്ര തരേണ്ടി വരും അത് പറഞ്ഞാൽ മതി. മൊത്തത്തിൽ ഇപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വെക്കി. ഇവിടെ സമയമില്ല, തിരക്കാണ്. അല്ല ഞാനിപ്പം വേറൊരു സ്ഥലത്ത് ഇവിടെ ഇപ്പൊ കൂട്ടാനുള്ള സാധനം നിങ്ങളൊന്ന് കൂട്ടി പറഞ്ഞു തരും വേഗം. ഞാന് റോട്ടിന്റെ അവിടെ ഒരു കല്ലുണ്ട്. ആയില്ലേ, ഞാൻ കൂട്ടട്ടോ പറഞ്ഞോളി. ആയില്ലോ. എത്ര? 150 വെച്ചിട്ട് 50 ലിറ്ററിന് എത്രയാണ്? 151, 152. ആയോ? ആയില്ല, മിണ്ടിത്താണ് മിണ്ടല്ലേ, അങ്ങോട്ട് മാറി. ആണോ എന്താണ്? അല്ല ഇത് എന്റെ ഇവിടെ പീടിയയിലെ പണിക്കാരൻ കൊപ്പര കട്ടുണ്ട്. അത് ചീത്ത പറഞ്ഞ 150. ആയോ? ആയില്ല, അത് വരച്ചോണ്ടിരിക്കുക. അത് മണ്ടിത്താണ് നിങ്ങൾക്ക് വേണ്ടത്. അത് എന്താണ് അവിടെ? അല്ല ഒന്നുമില്ല, ഞാൻ ഇവനോട് പറയാത് ഇത് ആയി വരട്ടെ. അത് ആയോ? ആയില്ല. ഇവിടെ ചോറായടാ. ആയോ? 1 2 3 4 5 ആയില്ല. ഫോണൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഹലോ ഫോൺ ചെയ്ത് ഹലോ, വെളിച്ചെണ്ണ ഉണ്ടാവില്ല. ചെങ്ങായി ഒന്നായിട്ട് കൊളാക്കി കഴിഞ്ഞു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞോളൂ. നിങ്ങൾ എന്തിട്ടാണ് ഇന്റെ ഒരു ബിസിനസ് കൊളാക്കിയില്ല നിങ്ങള്? ഇവിടെ നിന്നെ വെളിച്ചെണ്ണ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നല്ല. നിന്നെ എന്തിനപ്പ അവിടെ ഇങ്ങോട്ട് പിടിച്ചു വെച്ച്? ഹെൽമെറ്റ് ഇല്ലാത്തൊരു കാര്യത്തിനല്ലേ? അതാണ് എന്റെ വണ്ടി. എന്റെ വണ്ടി തന്നെയാ അത്. എന്റെ അല്ല, മൊലാളിന്റെ. മൊലാളിന്റെ ആണ്, ഇന്ത്യയാണ്, മൊലാളിന്റെ ആണ്. ഈ കല്യാണം കഴിച്ചതാ? കുട്ടികളുണ്ടോ? 5 എണ്ണം. അതാരതാ? മൊലാളിന്റെ. അല്ലല്ല, അത് ഇന്റെ സ്വന്തം. അപ്പൊ അത് മുതലാളിന്റെ അല്ല അല്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? ബുക്കും പേപ്പർ. അത് വണ്ടി സ്കൂളിൽ പോവുക, ബുക്കും പേപ്പറും വാട്ടർ ഇതൊക്കെ ആയിട്ട്. ബുക്കും പേപ്പറൊന്നുമില്ലേ? എടാ എന്നാ പിന്നെ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? നിനക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാ പോരെ? അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ലൈസൻസിന്റെ ആവശ്യമില്ല. ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ കൈ കാണിക്കില്ല. പെട്രോൾ പോലും അടിക്കണ്ട, മലിനീകരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലോ. അതിനൊരു പ്ലഗ് ഉണ്ടാവും, ഒരു വയറുണ്ടാവും. ആ പ്ലഗ് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കുത്തുക, സ്വിച്ച് ഇടുക, ചാർജ് ചെയ്യുക, ഈ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. അല്ലാന്ന് ഇത് കുത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാം. അല്ല ഇവിടുന്ന് ഞാൻ കോഴിക്കോടറ്റം പോണേ എത്ര മീറ്റർ വയറ് വേണ്ടി വരും? അതിൽ ഇങ്ങനത്തെ ഒരു 100 സ്കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞാല് വയറ് നിറഞ്ഞിട്ട് റോട്ടിൽ നടക്കാൻ കഴിയുമോ? എന്നിട്ട് അതിന്റെ അപകടം വേറെ ഉണ്ടാവും. ഇമാര് കൊനസ്റ്റ് പിടിച്ച ചോദ്യങ്ങളായിട്ടാണല്ലോ വന്നത് അല്ലേ? ഒരു കാര്യം ചെയ്താൽ മതി, ഏതായാലും പോയിട്ട് ലൈസൻസ് എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വണ്ടി ആയിട്ട് പോയാൽ മതി. ലൈസൻസ് ഉണ്ട് എനിക്ക്? ഇല്ല, ഞാൻ ഇല്ലല്ലോ. ലൈസൻസ് ഇല്ല. അപ്പൊ പിന്നെ അത് എടുത്തിട്ട് വരും കേട്ടോ. എവിടെയാ കിട്ടുക? സൂപ്പർ മാർക്കറ്റിൽ. ആണോ? ആണ് പോയാൽ കിട്ടും. ഏത് സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടുക? എടോ എനിക്ക് തീരെ വിവരമില്ല. ഇത് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ RT ഓഫീസ് എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ ചില പരീക്ഷകളും പരീക്ഷണങ്ങളൊക്കെ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലേ ലൈസൻസ് തരുള്ളൂ. ആർക്കാ പരീക്ഷ? ലൈസൻസ് ആർക്കാ? എനിക്ക്. അപ്പൊ പിന്നെ പരീക്ഷ ആർക്കാ? എനിക്ക് എഴുത്തുമാനെന്ന് അറിയില്ല, ഞാൻ പയ്യ 4ാം ക്ലാസ്സാ. എഴുത്തും വായന പറയണ്ട. RT ഓഫീസർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാണ്ട് അല്ലേ? നമുക്ക് ആർക്കാണെങ്കിൽ RTOന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇതിനൊക്കെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഉദാഹരണത്തിന് ഞാൻ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. അതായത് നമ്മളിപ്പോൾ റോഡ് സൈഡിൽ 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ഹെവി വെഹിക്കിൾ ആണെങ്കിലും എല്ലാം റോഡ് സൈഡിൽ നമ്മൾ ഒരുപാട് ചിഹ്നങ്ങൾ ഇങ്ങനെ കാണാമല്ലോ, ട്രാഫിക് ചിഹ്നങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കാണാം ഒരു പാലത്തിന്റെ മുകളിൽ ഒരു തോണിക്കാരൻ ഒരു വള്ളം ഊന്നിയിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിഹ്നം ഇങ്ങനെ കാണുക. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? അടികൂടി തോണി തുഴഞ്ഞ ഒരാള് പോകുന്നുണ്ട്, അതിന്റെ കോല് മേലോട്ട് വന്നിട്ട് ആളെ കണ്ണു തൊട്ട് ശ്രദ്ധിച്ചോളൂ. ഇതാണോ മനസ്സിലാക്കുക? അങ്ങനെയുള്ള ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അടിയിൽ കൂടെ ജലഗതാഗത മാർഗമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായിണ്ടോ? അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ സോണുകളിൽ, അതായത് സ്കൂൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ബാഗ് തോളിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം കാണാം. ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? അത് ഞമ്മക്കുള്ളതല്ല, ഞമ്മളത്തെ 2 വീലർ അല്ലേ, അത് ബസ്സിലെ ഡ്രൈവർമാർക്കുള്ളതാ. എന്താ? ഇവിടെ സ്കൂളുണ്ട്, അവിടെ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ വണ്ടി നിർത്തിയില്ല, കുട്ടികളെ കല്ലെടുത്ത് എറിയുന്നു. അതാണ് ഇതാണ് ഇപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമല്ല. പോട്ടെ, നിങ്ങളുടെ പിറകിൽ നിങ്ങളിപ്പോ 2 വീലർ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സമയത്ത് നിങ്ങളുടെ പിറകിൽ ഒരാൾ ഇങ്ങനെ ഹോൺ അടിക്കുകയാണ്, ഹോൺ അടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അയാളോട് കാണിക്കുന്ന സിഗ്നലാണ് അല്ലേ? ഇതിൽ നിന്ന് എന്താണ് അയാൾ മനസ്സിലാക്കേണ്ടത്? ഓട് നായെന്ന് വൈദ്യുതി വാങ്ങാൻ തിരക്കേണ്ടാണ് പൊയ്ക്കോട്ടെ. എടോ ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നുമല്ല. അത് ഒരാളെ നമ്മൾ സ്വതന്ത്രമായിട്ട് കടന്നു വിടാൻ മുന്നിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇതൊന്നും അറിയില്ലല്ലേ. വേറൊരു കാര്യം, ഒരു തിരക്ക് പിടിച്ച ജംഗ്ഷൻ, ഒരു ഓണത്തിരക്ക്, ഒരു പെരുന്നാൾ തിരക്ക്, ഒരു ക്രിസ്മസ് തിരക്ക്. നിങ്ങൾ ആദ്യം എന്തിനാന്ന് ഉറപ്പിക്കും? ഒരു ക്രിസ്മസിന്റെ ഒരു പെരുന്നാളിന്റെ തിരക്ക്. ഈ പെരുന്നാൾ തിരക്കിന് ഇടയിലൂടെ നീ നിന്റെ 2 വീലറിൽ ഈ ജംഗ്ഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മള് പോവല്ലേ, വാഹനങ്ങളും ആളുകളുണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്റെ പിന്നിൽ ഒരാന. ആന? ആര്? ആനയുടെ
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അല്ല പണ്ടാരക്കാല പെട്ടെന്ന് ആന അറിഞ്ഞാൽ മനുഷ്യൻ പേടിച്ചോവില്ലേ? എന്നെ പേടിപ്പിക്കാനാ ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് വാ. ഇതിന് തിരിച്ചു വിളിക്കേണ്ട എനിക്ക് എന്താണെന്ന് അറിയാറ്റല്ല, പക്ഷെ ഇപ്പം പ്രത്യേക ഓർഡർ നിങ്ങളെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയി ഈ ആന തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് എന്താ ആന ചിഹ്നം വിളിച്ചടാ. എന്തിനാ? നല്ലൊരു കുളൂസ് ആയിക്കോട്ടെ. അങ്ങനെ വല്ലാണ്ട് കുളൂസാക്കണ്ട, മനസ്സിലായോ? ആന തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് തുമ്പിക്കൈ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയിട്ട് നിന്റെ വണ്ടീന്റെ പിറകില് തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല. നല്ല രസമുണ്ട്. തൊട്ട് തൊട്ടില്ല. ആയോ തൊടനായോ? എന്താ ആന തൊട്ട് കളിക്ക. ആര്? ആനയോ? അല്ല നിങ്ങള്. നീ തൊട്ട് കളിക്ക? നിങ്ങളല്ലേ ചോദ്യം ഉണ്ടാക്കിയ ഞാനാ? ഇടും മതം പൊട്ടി ആന നിന്റെ വണ്ടീന്റെ പിറകിൽ തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും അവിടെ? നിങ്ങളാണ് എന്താ ചെയ്യുക? ആ, എന്നോടല്ല ചോദ്യം. എന്റെ ലൈസൻസ് ഒക്കെ ഞാൻ ഏതോ കാലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങളല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇല്ല ആർ ടി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ തെണ്ടിപ്പോവും. ആനയാണല്ലേ? ആനയാണ്. നായാണ് ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? വെളിച്ചെണ്ണ വെച്ചാൽ വൈക്കലിച്ച് വീഴുകയും ചെയ്യും. നായല്ലല്ലോ, നായ്ക്ക് തുമ്പിക്കൈ ഉണ്ടാവില്ലല്ലോ. ആ അതും ഇല്ല. അതില്ല. അല്ലാന്ന് ആ. ഈ അങ്ങാടി കൂടി വേറെ കണ്ടമാനം വണ്ടി പോണില്ലേ? ഇഷ്ടംപോലെ വേറെ ഇഷ്ടംപോലെ വണ്ടി, സ്കൂട്ടറും ജീപ്പൊക്കെ എല്ലാം ഇഷ്ടംപോലെ പോകുന്നുണ്ട്, എല്ലാം പോകുന്നില്ലേ? പോകുന്നു. പിന്നെ എന്തിനാന്ന് പണ്ടാറാണെങ്കിൽ തിന്റെ വണ്ടിയിൽ വയ്യാൽ തന്നെ അങ്ങനെ വരുന്നത്? ഇതുപോലത്തെ കുരുത്തം കെട്ട ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ആ. നിനക്ക് നീ ഇപ്പോഴൊന്നും പോണ്ട. നീ നേരെ ആർ ടി ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് ലൈസൻസ് എടുത്തിട്ട് ഇങ്ങോട്ട് വാ. എന്നിട്ട് വണ്ടി എടുത്തിട്ട് അല്ല പോയാ ഇതിന് എത്ര ഉറുപ്പ്യ കൊടുക്കണത് കിട്ടണേല്? ആ, ഇത് അങ്ങോട്ട് പോയിട്ട് മീഞ്ചാപ്പയിൽ കൊടുക്കണ മാതിരി ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്ന സാധനമല്ല. ഇവിടെ ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കൂടെ റെസീറ്റ് എല്ലാം കൂടെ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4000 ഉറുപ്പെങ്കിലും അടക്കേണ്ടി വരും. അപ്പൊ 4000 വെളിച്ചെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുക? 4000 ഉറുപ്പ്യ. ഇത് ബാർട്ടർ സമ്പ്രദായം ഒന്നല്ല, അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയി സുഹൃത്തെ. മനസ്സിലായോ? 4000 ഉറുപ്പ്യ തന്നെ അവിടെ അടയ്ക്കണോ? നമ്മളെ നാട്ടിൽ എത്ര ആൾക്കാർ ഓരോ ദിവസം പോയി ലൈസൻസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര ലൈസൻസിന്റെ ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടാറുള്ളത്? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുന്നു. ഞാൻ എന്നാ മൊലാലിന്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് ഒന്നായിട്ട് ഇങ്ങോട്ട് എടുക്കട്ടെ. എങ്ങോട്ട്? നമ്മളെ പീഡിയയിലേക്ക് എന്നിട്ട് അയമുട്ടി ലൈസൻസ് തന്നെ കൊടുക്കാനോ? എന്തിനാ? 4000 രൂപയ്ക്ക് എടുത്തിട്ട് 4500 ആയിട്ട് കൊടുക്കൂടെ പീഡിയെന്ന്? റീചാർജ് കൂപ്പനെ കൊടുക്കാനായി. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്തു, ഏതായാലും അയമുട്ടി ലൈസൻസ് മാത്രം ആക്കണ്ട. കുറച്ച് അയമുട്ടി RC ബുക്കും, കുറച്ച് അയമുട്ടി ഇൻഷുറൻസും, കുറച്ച് അയമുട്ടി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകണ്ട. ഇതൊന്നായിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാല്ലേ? ബാംഗ്ലൂർ വരെ പോണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ ബാംഗ്ലൂർ വരെ പോണ്ട കാര്യം? ഇവിടെ കിട്ടും. ഇവിടെ കിട്ടുമോ? ആണോ? ഞാൻ തരാം. ഇവിടെ ഉണ്ടല്ലേ? കൊടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഇവിടെ കിട്ടും. വാ വാ വാ, ഇപ്പൊ തരാം, ഇപ്പൊ തരാം. അങ്ങോട്ട് വാ. വാ, നല്ല സുഖം. വാ 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 വാ. അതേ, ഒരു കാര്യം ചോദിക്കട്ടെ, മനസ്സിലായില്ല? ഭ്രാന്ത് ഭ്രാന്തല്ല നിങ്ങൾക്ക്? അല്ല, 8 എഴുതാൻ അറിയോ? നിങ്ങൾ എന്തിട്ട് ആളെ കളിയാക്കുക? ഞാൻ 8ഒക്കെ കുളൂസായിട്ട് എഴുതി 88 വേണം നിങ്ങൾക്ക്. 8 8 88. അങ്ങനല്ല, കൈ കൊണ്ടല്ല, വണ്ടി കൊണ്ട് 8 എഴുതാൻ അറിയോ? വണ്ടി കൊണ്ട് 8 എഴുതി. വണ്ടി എന്തിത്താ കടലാസെൻസിലാ? കടലാസ് പെൻസിലാണോ സ്കെച്ച് പെൻ ആണോ എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോഴേ ഈ ട്രാഫിക് നിയമം ലംഘിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. 2000 തവണ ഇമ്പോസിഷൻ എഴുതിക്കുക. അപ്പം നിന്റെ കുറ്റം ഹെൽമെറ്റ് ഇല്ലാത്തതായതുകൊണ്ട് എഴുതിക്കോ, ഞാൻ ഇനി ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കില്ല. 2000 പ്രാവശ്യം അവിടെ ഇതറിയില്ല, ഞങ്ങളൊന്ന് എഴുതി തന്നാടി. അത് ശരി, എന്നെ അപ്പൊ പിടിച്ചോണ്ടെന്ന് ഇവിടെ ആണോ? അല്ല, ഒരു പ്രാവശ്യം ഞാൻ എഴുതി തരും. ഇതാരെങ്കിലും ഞാൻ ഒന്നായിട്ട് പോരേന്ന് എഴുതി കൊണ്ടുവരുന്നു. ഞാൻ ഇനി ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കില്ല. കണ്ടല്ലോ, ഇതുപോലെ 2000 പ്രാവശ്യം അവിടെ ഇരുന്ന് എഴുതിക്കോ. കൊറേ കോപ്പി എടുത്ത് വണ്ടിയിൽ വെക്കണം. ഇവിടെ ഇരുന്ന് എഴുതിക്കോ, ഇവിടെ ഇരുന്ന് എഴുതിക്കോ. ഹലോ, ആ ആ ശരി, കിടക്കും. നമസ്കാരം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ആദ്യത്തെ ഒരാളെ പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എന്തൊക്കെ നിയമ ലംഘനാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? അപ്പൊ ഇത് അവിടെ നിന്ന് ഇപ്പൊ രണ്ടാമത് ഈ ഒരു വേദിയിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കടത്തിവിട്ടുള്ളത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, വളരെ വർഷങ്ങളായിട്ട് 10-20 വർഷങ്ങളായിട്ട് വലിയ വണ്ടി, അതായത് ഹെവി വെഹിക്കിൾ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തുകൾ സാധാരണയായിട്ട് നമ്മൾ ഡ്രൈവർമാരുടെ ജീവിതകഥയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ. ഒന്ന് പരിചയപ്പെട്ടോളൂ, ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എന്റെ പേര് സദാശിവം എന്നാണ്. ഞാനൊരു 20 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ വണ്ടി ഇറങ്ങില്ല. 20 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലേ? 20 വർഷമായിട്ട് ഞാൻ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 20 വർഷമായിട്ട് ഒരേ ബസ് തന്നെയാണോ? 20 വർഷം ഒരേ ബസ്സിലോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യന്റെ കൂടെ ആകെ 2 കൊല്ലം താമസിച്ചേ. ഒരേ ബസ്സിലെ കാര്യം പണിയെടുക്കും 20 കൊല്ലം. ഞാൻ പല ബസ്സിലേനെ. അങ്ങനെ പല ബസ്സില്. എന്റെ ഓർമ്മ ഇപ്പൊ ശരിയാണെങ്കിൽ ഞാൻ ഓർമ്മയും ശരിയില്ലേ? അയ്യേ,
മാറ്റണ്ടേ? എങ്ങനെയാണ്ട് ബസ് ഓടിച്ച് പോവുക? വേറെ എന്റെ പോയി പോകൂലേ? പോകേണ്ട സ്ഥലത്തേക്ക് പോകണ്ടേ? സാറേ അവിടെ ഇരുന്ന് എഴുത്, കുഴപ്പമില്ല. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവാ. കുഴപ്പമില്ല, അത് ഞാൻ വേറൊരു കേസായിട്ട് പിടിച്ചോണ്ട് വന്നാണ്. ആ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ്. കുഴപ്പമില്ല, അപ്പൊ പറയൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോ എന്റെ ഒരു 9ാമത്തെ ബസ്സാണ്. 9ാമത്തെ ബസ് ജാഗ്രത. ജാഗ്രതയോ? ജാഗ്രത ബസ്സിന്റെ പേരാ. അത് അങ്ങനെ ഒരു പേര്. സാധാരണ നമ്മുടെ നാട്ടിലെ ബസ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ മിനിമോള്, KK ഡീലക്സ് ഇങ്ങനത്തെ പേരൊക്കെ ആയിരിക്കും. ഇതെന്താ അങ്ങനെ ഒരു കാരണം? അല്ല, അത് മുമ്പ് ഈ ബസ്സിന്റെ പേര് സ്നേഹിതാന്ന്. ഞാൻ ഇതിൽ ഡ്രൈവറായിട്ട് ചാർജ് എടുത്ത അന്ന് മൊയലാളിന്റെ പേരങ്ങോട്ട് മാറ്റി ജാഗ്രത. എന്താ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഞാനാണല്ലോ വണ്ടി ഓടിക്കണേ. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോണ സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാര്, സ്കൂൾ വിട്ടു പോണ മക്കള്, വഴിയാത്രക്കാര്, പെട്ടിപ്പിടിയക്കാര്, ഇവരൊക്കെ എന്റെ ബസ് കാണുന്ന സമയത്ത് ജാഗ്രത. മാറിക്കോള്. അതിനു വേണ്ടി എഴുത്. അല്ല ഇതാന്നുള്ള ഇങ്ങനെയല്ലേ ഇത്? അങ്ങനെ തന്നെ എഴുതിക്കോ. ഒരു 5000 പ്രാവശ്യമെങ്കിൽ 5000 പ്രാവശ്യം എഴുതിക്കോ. ഇട്ടോ ഞാൻ ചോദിക്കട്ടെ. സമയം ഏതായാലും വന്ന സ്ഥിതിക്ക് ഈ ആളുകളൊക്കെ നിങ്ങളുടെ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളൊരു അവയർനെസ് അല്ലേ, ബോധവൽക്കരണമാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നതേ, ബസ്സിന് പെർമിറ്റ് ഉണ്ടല്ലോ അല്ലേ? പെർമിറ്റ് ഇല്ലേ? അതുണ്ട്, വീട്ടിലുണ്ട്. എന്ത് മണ്ണെണ്ണ പെർമിറ്റ് അല്ലേ? അല്ല, മണ്ണെണ്ണ പെർമിറ്റ് അല്ല, ബസ്സിന്റെ പെർമിറ്റ്. അതായത് ഇപ്പോ ജാഗ്രതയിൽ തന്നെ അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണ്. അതൊക്കെ എന്റെ ഒരു മൂഡ് മാറിയാ. എനിക്കൊരു മൂഡ് വന്നോ. അത് ശരി. ഞാൻ രാവിലെ എണീച്ചിട്ട് വിചാരിക്കും ഇത് ഓർഡിനറി ആക്കണം. ഞാൻ ഓർഡിനറി ആക്കും. ഉച്ചക്ക് ലിമിറ്റഡാ. ഞാൻ പക്ഷെ എല്ലായിടത്തും നിർത്തി കൊടുക്കട്ടോ, മുതലാവേണ്ടത്. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫാസ്റ്റാ. വൈകുന്നേരം ഫാസ്റ്റ് ആവും. പിന്നെ ഒരു 8:30, 8:45 ആയി കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റാ. പിന്നെ പൂട്ടിപ്പോയല്ലോ. എന്ത് ബീവറേജ്? ബനാട്ടെന്നാ കഴിഞ്ഞ ആഴ്ച ബീവറേജ് ബസ് ഇടിച്ച് തകർത്തേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം ഇല്ലില്ല. ഉണ്ട്. ഇവനെ വരി നിൽക്കുന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബസ്സുള്ള മറന്നേ ഓടിച്ച് ബസ്സാണ് കയറ്റിക്കാതെ. നല്ല ആളെയാണ്. അതെ, സദാശിവൻ വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിക്കാട്ടോ. എന്നോടുള്ള സദാശിവനോട് തന്നെ ചോദിക്കാം. ചോദിച്ചോളൂ. ചേട്ടാ, മദ്യവെച്ച് വാഹനം ഓടിക്കാൻ തെറ്റാണ്. അയ്യോ, വളരെ വലിയ തെറ്റാണ്, വളരെ വലിയ തെറ്റാണ്. പോലീസുകാർ പിടിച്ചാൽ ഊതിക്കത്തില്ലേ? അതിന്റെ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഈ പോലീസുകാർ പിടിച്ച് ഊതിക്കണത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ നല്ല കാര്യം. മോശമായിട്ടൊന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോലീസുകാർ അവസ്ഥ നിങ്ങൾക്ക് ഇവർക്ക് ഡ്യൂട്ടി ടൈമിൽ മദ്യപിക്കാൻ പറ്റില്ലല്ലോ. പാടില്ല. കഴിക്കാനേ പാടില്ല. അപ്പൊ മദ്യപിച്ച് വണ്ടി ഓടിച്ച് വരുന്ന ഇന്നപ്പോലത്തെ ഒരു 10 ഡ്രൈവർമാരെ ഊതിച്ചാല് ഇവർക്കൊരു 2 പെഗടിച്ച സുഖ. അതിനോണ്ട് ഇവർ ഊതിച്ചോട്ടെ, അത് നല്ല കാര്യമാണ്. വല്ലാത്തൊരു ഊതലായി പോയല്ലേ. ഇങ്ങനത്തെ ചോദ്യങ്ങളല്ലാണ്ട് വേറെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്താണ്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ പുക വലിക്കണം കണ്ടിട്ടുണ്ട്. അതൊരിക്കലും സമ്മതിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ? ഈ വളരെ കറക്റ്റ് ആണ്. ബസ്സിൽ പുകവലിക്കാൻ സമ്മതിക്കാറുണ്ടോ? പുകവലി ഞാൻ സമ്മതിക്കില്ല. കാരണം ബസ് തന്നെ എഴുതി വെച്ചിക്കണല്ലോ പുകവലി പാടില്ല. അത് എഴുതി വെച്ചത് എന്തുകൊണ്ടാ? പുക വലിക്കാൻ പാടില്ല. എന്റെ ബസ്സിൽ ഒരൊറ്റ ആള് പുക വലിക്കില്ല. കണ്ടക്ടർ വലിക്കില്ല, കിളി വലിക്കില്ല, യാത്രക്കാരും വലിക്കില്ല. ആരും വലിക്കാറില്ല. ഞാൻ വലിക്കല്ലേ. അതെങ്ങനെയാ? ഒരു നിയമമാകുമ്പോ അത് എല്ലാവരും പാലിക്കണം അല്ലേ? അത് കണ്ടക്ടർ വലിക്കാറില്ല, ക്ലീനർ വലിക്കാറില്ല, യാത്രക്കാരും നിങ്ങൾ വലിക്കാൻ സമ്മതിക്കാറില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ വലിക്കാം? അത് ശരിയില്ല. വലിക്കാലോ? അതെങ്ങനെ? ഈ പുകവലി പാടില്ല എന്ന് എവിടെ എഴുതി വെച്ചത്? ഡ്രൈവർ സീറ്റിന്റെ പിറകിൽ. ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ ബാക്കില്. ഞാനിത് കാണുന്നുണ്ടോ? ഞാനിത് കാണുന്നില്ലല്ലോ. കാണാത്ത നിയമം നമ്മൾ പാലിക്കണ്ട. അതുകൊണ്ട് ഡ്രൈവർക്ക് വലിക്കാം. വേറെ അതാ അടുത്ത ആൾ. ചോദ്യങ്ങൾ തന്നെയാണ്. കൈയും തലയും പുറത്തിടരുതെന്ന് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ അതിന്റെ കൂടെ കൈയും തലയും കാലും പുറത്തിടരുതെന്ന് എന്താ എഴുതാത്ത? അതെന്താ സംഭവം എന്ന് വെച്ചാല് കൈ നമുക്ക് ഇങ്ങനെ പുറത്തിടാ, തല അങ്ങനെ പുറത്തിടാ, കാലിങ്ങനെ പുറത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ വണ്ടിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പുറത്തിരുന്നാ പോരെ. അത് പറ്റില്ല, അതുകൊണ്ടാണ് അത് എഴുതാത്തത്. അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ കണ്ടൊരു ആവേശത്തിൽ ഒരുപാട് സംശയങ്ങളാണ്. അല്ല, നമ്മൾ ഈ ബസ്സിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപകടങ്ങളൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ആയിട്ട് ബസ്സിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടല്ലോ അല്ലേ? എടാ ഡീസൽ ടാങ്ക് അതുണ്ടല്ലോ. ഡീസൽ ടാങ്ക് അല്ലടോ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് അറിയില്ല? ഇനി മനസ്സിലായില്ല. നമ്മൾ ഈ ബസ്സിന്റെ പിറകിലായിട്ട് ഇങ്ങനെ കണ്ടില്ല, ഒരു കുരിശടയാളം പോലെ ഒരു പ്ലസ് ചിഹ്നം. എന്താ അതിന്റെ പേരെന്താണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ഞാൻ വിചാരിച്ചു എന്റെ മൊയലാളി ക്രിസ്ത്യാനിയാ, അതുകൊണ്ട് കുരിശ് വരച്ചു. ഫസ്റ്റ് എയ്ഡ് ബോക്സിലെ എവിടെ എഴുതിക്കണത്? ആ സാധനം ഉണ്ടല്ലോ അതിനകത്ത് എന്തൊക്കെയാ നിങ്ങൾ സൂക്ഷിക്കാറുള്ളത്? അതിന്റെ അകത്ത് 3 ബ്രഷും 2 ടങ് ക്ലീനറും. 3 ബ്രഷും 2 ടങ് ക്ലീനറോ? കണക്ക് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. 3 ബ്രഷിന് 3 ടങ് ക്ലീനർ വേണ്ടേ? കിളി നാവ് അടിക്കൂലല്ലോ. ഓ നാവ് അടിക്കില്ല. ഓൻ അങ്ങനെ ഒരു സ്വഭാവമില്ല. ഞാൻ നാവ് അടിക്കും കണ്ടക്ടർ. ഞങ്ങൾക്ക് അങ്ങനെ സ്വഭാവം കിളിക്കാതില്ല. അല്ല, ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിങ്ങൾ കുളിക്കുകയും അല്ലേക്കുകയും ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് വെക്കേണ്ടത്. അതിൽ വെക്കേണ്ടത് എമർജൻസി മെഡിസിൻസ് അല്ലേ, മരുന്നുകളല്ലേ സൂക്ഷിക്കേണ്ടത്? ഉണ്ടല്ലോ, സ്പിരിറ്റ് ഉണ്ടല്ലോ. അവൻ അറസ്റ്റ് സ്പിരിറ്റ് കള്ളക്കടത്തിന് ഇവൻ അറസ്റ്റ് ചെയ്യും. എവിടെ പോയിരുന്ന് എഴുത് അവിടെ ഇരുന്ന് എഴുത്.
സാറേ എനിക്ക് സമയമില്ല എടോ പോണോ. സ്പിരിറ്റ് എന്തിനാന്ന് മനസ്സിലായോ? വാഹനം എവിടെയെങ്കിലും ഇടിച്ചിട്ട് യാത്രക്കാർക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിൽ വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്പിരിറ്റിന്റെ കാര്യം ആ യാത്രക്കാർക്ക് കൊടുക്കാനുള്ളതല്ല. ഇത് വൈകുന്നേരം വണ്ടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് ഞാനും കണ്ടക്ടറും കൂടെ ചെറുത് ഭയങ്കര കൊതുക, കിടന്നുറങ്ങാൻ പറ്റില്ല. അതിനോട് ഞങ്ങൾ ഇരുന്ന് അടിക്കണ സ്പിരിറ്റ് മറ്റേതല്ല. നിങ്ങളെ വിളിച്ച് നിങ്ങളൊരു ബോധവൽക്കരണത്തിന് കൊണ്ടുവന്ന ഒരാൾ ബോധമില്ലാതെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? അത് സാറേ പെട്ടെന്ന് എനിക്ക് സമയമില്ല പോണോ. എഴുതി കഴിഞ്ഞോ? ഇത് നോക്കട്ടെ. എനിക്ക് 100 വരെ അറിയുള്ളൂ. 100 20 പ്രാവശ്യം എഴുതിയാൽ എണീക്കടോ. നന്നായില്ലേ? നിന്നോട് ഞാൻ എന്താ എഴുതാൻ പറഞ്ഞു? എന്താ ഞാൻ എഴുതാൻ പറഞ്ഞു? ഞാൻ ഇനി മേലിൽ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കില്ല. ഈ ഇപ്പൊ എഴുതി വെച്ചെന്താ? ഞാൻ ഇനി മേലിൽ ഓംലെറ്റ് കഴിക്കാതെ വണ്ടി ഓടിക്കില്ല. ഓംലെറ്റ് അല്ല, ബുൾസൈ ഞാൻ കഴിപ്പിച്ചത്. അവിടെ ഇരുന്ന് എഴുതും, മാറ്റി എഴുതും. 2000 പ്രാവശ്യം എഴുത്. അല്ല പിന്നെ ഈ വാഹനം പോകുന്ന സമയത്ത് ലോങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. വണ്ടിയിൽ സ്റ്റെപ്പിനി ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞു കൊടുത്താളുടെ എനിക്കില്ല. എനിക്കില്ല, മറ്റാക്കുണ്ട്. കണ്ടക്ടർക്ക് രണ്ടെണ്ണം. എന്ത് സ്റ്റെപ്പിന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയില്ല. സദാശിവൻ സ്റ്റെപ്പിനി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ടയർ ഉണ്ടാവൂലേ വണ്ടിയിൽ, സൂക്ഷിക്കൂലേ? അതാണ്. അതതിനകത്ത് എവിടെയുണ്ട് വണ്ടിയിൽ 2 ടയറിന്. ഒന്ന് മറ്റേ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് എഴുതാൻ കൊണ്ട് ഹോട്ടലുകാർ മൊത്തം ടയറുണ്ട്. എന്തായാലും ഒരു ടയർ വണ്ടിയിലുണ്ടല്ലോ. ഈ വേഗമാനകത്തിന്റെ സ്ഥിതി എന്താ വണ്ടിയിൽ? വേഗമാനകം എന്താണ്? ഏടാ അനക്ക് ഉളുപ്പമാനം ഇല്ലേന്ന്. അല്ല, വേഗമാനകം മനസ്സിലായില്ല സാറ്. ഞാൻ സമയമില്ല. ഓവല്ലേ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇത് ആളുകളൊക്കെ നിങ്ങളുടെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ബോധവൽക്കരണം കിട്ടുകയാണ് സദാശിവന്റെ കഥയിൽ നിന്ന്. ഈ വേഗമാനകം മനസ്സിലായില്ലേ? അതായത് നമ്മള് വാഹനങ്ങൾ ഓവർ സ്പീഡിൽ ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ ഈ വാഹനങ്ങൾ ഓവർ സ്പീഡ് ആവാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് വേഗമാനകം അഥവാ സ്പീഡ് ഗവർണർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് നല്ല അഭിപ്രായം. എന്റെ അഭിപ്രായത്തില് ബസ്സിൽ സ്പീഡ് ഗവർണർ മാത്രം പോരാ. ഒരു നല്ല കൈയടി കൊടുക്കുക. കാരണം സദാശിവൻ വളരെ കാലങ്ങളായി വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് മനസ്സിലായി വേഗമാനകം ഇത് കൊണ്ടുവന്ന സമയത്ത് എന്തൊക്കെ പുകിലായിരുന്നു. ആളുകൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് ഡ്രൈവർമാരൊക്കെ. നല്ലൊരു തീരുമാനം. ഗവർണർ മാത്രം പോരാ, ഒരു സ്പീഡ് പ്രധാനമന്ത്രി, ഒരു സ്പീഡ് മുഖ്യമന്ത്രി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു വാർഡ് മെമ്പർ, ഇതൊക്കെ കൂടി ബസ് കൊണ്ടുവച്ചോളി. ആകെ ഒരു ബസ്സല്ലേ ഉള്ളൂ. ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ എന്റെ വഴിക്ക് പോട്ടെ. അല്ല, ഈ നിയമത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വിമാനത്തിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, കാറിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്, ബസ്സിലും വരാൻ പോവാ. ആണോ? പിന്നെ നന്നായി, അത് വലിയ ഉപകാരം. എന്താ അറിയോ, ഈ ബസ്സിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാല് നമ്മള് ബസ് ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് എവിടെ ചെന്ന് ഇടിച്ചിട്ട് ഒന്നായിട്ട് കത്തി ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുമ്പോ ഞാൻ ദൂരാൻ പറ്റാണ്ട് അവിടെ കിടന്ന് വെന്ത് മരിക്കണം. അല്ല, അങ്ങനെ നല്ലൊരു തീരുമാനം. നിയമത്തിന്റേതായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യും. നിയമം എനിക്ക് പോകാനുള്ള സമയം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ റോഡിലൂടെ നിങ്ങൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ അല്ല, അപ്പോളേ ഇപ്പൊ ഈ മഴക്കാലമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം തന്നെ വെച്ചത്. മഴക്കാലത്താണല്ലോ അപകടം കൂടുക. വളരെ ശ്രദ്ധിച്ചിട്ടല്ലേ വണ്ടി ഓടിക്കുക? വളരെ ശ്രദ്ധിച്ചിട്ടാണല്ലോ വണ്ടി ഓടിക്കുക. എന്താണ് മഴക്കാലത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര സന്തോഷം. ആ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടിലെ റോഡാണ്. നമ്മളെ നാട്ടിലെ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോണ മൊത്തം കുഴിയേക്കും. ഈ കുഴിയിൽ നിറച്ച് വെള്ളം വീണിട്ട് ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ ബസ്സായിട്ട് ഒരു 100-120 സ്പീഡിൽ ഇങ്ങനെ അടിച്ച് മിനിച്ച് പോണ സമയത്ത് രാവിലെ തന്നെ ഓരോരുത്തർ വെള്ളിയിട്ട് കുറേയൊക്കെ തൊട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മൾ ഈ ബസ്സായിട്ട് ഇങ്ങനെ ചളി ഒറ്റ തെറിപ്പിക്കല. ഇതുവരെ മുഖത്തൊന്നായിട്ടായിട്ട് ഇവരിങ്ങനെ തുടച്ചിട്ട് ഇമ്പളൊരു നോട്ടുണ്ട്. അത് കാണുമ്പോ ഒരു സന്തോഷം. നല്ല കിട്ടായിട്ടാ. അത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കോളൂ അല്ലല്ലോ. അല്ല, ഈ റോഡിന്റെ സംഭവം പറഞ്ഞപ്പ പിന്നെ ഈ റോഡിന്റെ അകത്ത് ഭയങ്കര പ്രശ്നമായിട്ട് നിങ്ങൾ റോഡും നന്നാക്കിട്ടോ. ഞാൻ റോഡ് എന്നൊക്കെ ഞാൻ PWDന്റെ മുതലല്ല. ഞാനേ കേരള പോലീസിന്റെ ഒരു ഭാഗം, ട്രാഫിക് പോലീസാ. PWDക്കാരോട് പറഞ്ഞാൽ മതി. റോഡിലെ കുഴി പ്രശ്നമല്ല, ഈ അമ്പുണ്ടല്ലോ അങ്ങനെയുള്ള ആ അമ്പോ, ഈ അമ്പിന്റെ മുകളിൽ ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഇങ്ങോട്ട് കേറുമ്പോഴേക്ക് വെളിച്ചെണ്ണ 2.5 ലിറ്റർ ഒക്കെയാ പുറത്തു പോയി പോവുക. ഈ അമ്പ് വലിയ കുഴപ്പമില്ല, കുമ്പാണ് പ്രശ്നം. കുമ്പോ? അമ്പ് എന്ന് പറയുമ്പോ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടി പോണല്ലേ. കുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പള്ള നിക്കിലായി പോകും. ഒക്കെ സഹിക്കാം. അമ്പിന്റെ മക്കളെ സഹിക്കാൻ പറ്റൂല. അമ്പിന്റെ മക്കളോ? കണ്ടില്ല റോഡിന്റെ മുകളിലൊക്കെ ചെറുത് ഇങ്ങനെ മൂത്രമൊഴിച്ചു ഒഴിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഈ മൂത്രത്തിന്റെ സംഭവം പറഞ്ഞപ്പോഴേ നമ്മൾ ഈ ബസ് സ്റ്റാൻഡില് പിന്നെ മൂത്രമൊഴിക്കാൻ പോകില്ല, പൈസ എടുത്തിട്ട് ബാക്കി കിട്ടൂല, മുട്ടായിയാ കിട്ടുക. ബാക്കി മൂത്രമൊഴിച്ച മുട്ടായല്ലേ? നിങ്ങൾ രണ്ടിനും പോയി നോക്കി ലഡു കിട്ടും. ആണോ? ഇപ്പൊ ലഡു കൊടുക്കണ്ട്. മൊലാളിനെ കൂട്ടിട്ടൊന്ന് പോയി വെക്കണം. അതെ, ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം, ഒരു ഡ്രൈവർ ആവണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റി വേണം. ഈ ഡ്രൈവർ ആവാനുള്ള ഒരുപാട് ക്വാളിറ്റികൾ അറിയോ? ഒരു ഡ്രൈവർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആരെങ്കിലും ഒന്ന് പറയൂ.
ഏകാഗ്രത വേണം എന്നാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞിട്ടുള്ള ഏകാഗ്രത വേണം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഗുണം ഇത് എന്തൊന്നും പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതും കൂടെ പറഞ്ഞിട്ട്. ഏകാഗ്രതയും ഡ്രൈവിംഗ് അറിയാലോ ഒന്നല്ല ഒരു ഡ്രൈവർക്ക് അതിന്റെ പ്രധാന ഗുണം ഓട്ടം. 100-120 സ്പീഡിൽ ഓടാൻ പഠിക്കണം. 100-120 സ്പീഡിലൊന്നും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത്ര സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിച്ച് പോണ കാര്യമല്ലാതെ മുമ്പളെ ഓടണ കാര്യം പറഞ്ഞിക്കാൻ നേരില്ല. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് തിരക്കുണ്ട്. അല്ല പോലെ അതെന്താന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവൂലേ. ഓടാൻ ആണ് മൂപ്പര് പറയുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട്. അതെന്താന്നുള്ള ഒരു വ്യക്തമാക്കി കൊടുക്കാണ്ട് പോകരുത്. അല്ല, കാര്യം എന്താ അവയർനെസ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയണേ. സംഭവം എന്താ വെച്ചാൽ ഞാൻ വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാമനാട്ടുള്ള ജംഗ്ഷനിൽ വെച്ച് വണ്ടി അടിച്ചിട്ട് കണ്ട ആൾക്കാർ ചെറുതായിട്ടൊന്ന് മരിച്ചിക്കണോന്നൊരു സംശയമുണ്ട്. അപ്പൊ അവിടുന്ന് 100-120 സ്പീഡിൽ ഞാൻ അങ്ങോട്ട് ഓടിയതാ. അതിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന സമയം കൊണ്ട് ഞാനൊരു 100-120 അങ്ങോട്ട് ഓടത്തെ, എന്നാലും ഊട്ടിയിലെത്തുള്ളൂ. പോട്ടെ, സമയമില്ല. എന്തൊരു പോക്കായി പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വണ്ടി ഓടിക്കാൻ ലൈസൻസും ബുക്കും പേപ്പറും നല്ല വേണ്ട, ഓട്ടാന്ന് അറിയണ്ടെന്ന് മനസ്സിലായില്ലേ? വല്ലാത്തൊരു കഥയായിപ്പോയല്ലോ. ഓൻ ഓടിയ ആ സ്പീഡിൽ എനിക്ക് ഓടാൻ കഴിയില്ല. എനിക്ക് കുറച്ച് ലൈസൻസ് താറ്റി ഞാനൊരു 80 സ്പീഡ് പോയാൽ എന്റെ ബെൽസ്റ്റൻഡ് ആയിട്ട് ഏറ്റവും പോവല്ലേ. നമ്മളെ വിട്ടൂല, കിട്ടാത്ത ബെൽസ്റ്റൻഡ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാഗരാജ, ഈ ദേവിക്കൊക്കെ ന്യായോ നാക്കു അന്യായമാ? അങ്ങോട്ട് അഴിക്കടാ അങ്ങോട്ട്. എന്റെ പേര് ജോർജ്. ഫൈറ്റിനാണ് കളിക്കുന്നത്. എല്ലാത്തിനും കളിക്കും. ഞാൻ തലയ്ക്കാ കളിക്കുന്നത്. തൊട്ട് നോക്കിയാ നല്ല കട്ടിയില്ല. മന്ത്രി ബുക്കവിടെ 100 തടവ് சொன்னா 100 തടവ് சொன்ன மாதிரி 600 സിനിമ അഭിനയിച്ചിട്ട് ഇതുവരെ ചുണ്ടനക്കാൻ പറ്റിയിട്ടില്ല. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോൾ എന്തായാലും ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇത്രയും നേരം ചിരിയും പിന്നെ ഡാൻസും സ്കിറ്റുകളും എല്ലാം കണ്ട് എനിക്കറിയാം നിങ്ങൾ സന്തോഷമായിരിക്കും. എന്തായാലും ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ ഒരു ഗംഭീര എപ്പിസോഡ്, പ്രത്യേകിച്ച് നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്ന എപ്പിസോഡ്, അത് എടുത്തു പറയണ്ട, ഹൈലൈറ്റ്. അതെ. അപ്പൊ ആ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടം പറയുന്നു. ഗുഡ് നൈറ്റ്.